ശാന്തി. 20/3/2025। बाबा कहते मीठे बच्चे, इस पुरानी दुनिया में अल्पकाल क्षण भंगुर सुख है। यह साथ नहीं चल सकता। साथ में अविनाशी ज्ञान रत्न चलते हैं, इसलिए अविनाशी कमाई जमा कर. അതായത് ബാബ പറയുന്ന മധുരമായ കുട്ടികളെ, ഈ പഴയ ലോകത്തിലെ അല്പകാല ക്ഷണിക്കപ്പെട്ട സുഖമാണ്, കുറച്ച് സമയത്തേക്കുള്ള സുഖമാണ്. ഈ അല്പകാല സുഖം നമ്മുടെ കൂടെ വരില്ല എന്ന് ബാബ പറയാം. കൂടെ വരുന്നത് എന്താണ്? അവിനാശി ജ്ഞാനരത്നങ്ങൾ. അതുകൊണ്ട് അവിനാശി സമ്പാദ്യം സ്വീകരിക്കൂ എന്ന് ബാബ പറയാം. ഇനി ബാബ ചോദ്യം ചോദിക്കാം, ബാക്കി പഠായി മേ തുമേ कौन सी विद्या नहीं सिखाई जाती है? അതായത് ബാബ ചോദിക്കുന്നത്, ബാബയുടെ പഠിപ്പിൽ നമുക്ക് ഏതൊരു വിദ്യ പഠിപ്പിക്കുന്നില്ല. ബാബയുടെ പഠിപ്പിൽ ഏത് വിദ്യയാണ് പഠിപ്പിക്കാത്തത് എന്ന് ബാബ ചോദിക്കാം. ബാബ നമുക്ക് തരുന്നത് സത്യജ്ഞാനാണ്. മറ്റു പല സംഘങ്ങളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ഇന്ന ഗുണം കിട്ടും, ഇത് കിട്ടും. പക്ഷെ ബാബ കൃത്യമായി പറയുന്നുണ്ട്, കർമ്മം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുന്നത് ബാബ കൃത്യമായി പറഞ്ഞു തരുന്നു. സാധാരണ ലോകത്തില് എന്ത് ചെയ്യുമ്പോഴും അത് കിട്ടും, പകരം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പറയും. അമ്പലത്തിലൊരു പൂജ ചെയ്താൽ, നേർച്ച ചെയ്താലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ട് പറയുമല്ലോ. പക്ഷെ ബാബ ഒരിക്കലും അങ്ങനെ പറയില്ല. ബാബ പറയണത് എന്താ? നിങ്ങൾ എന്തെല്ലാം ചെയ്താലും, അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടുക. തെറ്റ് ചെയ്തിട്ട് അതിനെ തിരുത്താൻ വേണ്ടി വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയും. മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാനൊന്നും ബാബയോടെ പഠിപ്പിക്കുന്നില്ല. മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുക, അല്ലെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള പഠിപ്പിക്കുന്നില്ല. അതായത് ബാബ ഉത്തരം പറയുന്നേ, ഭൂതവിദ്യ किसी के संकल्पों को रीड करना यह ഭൂതവിദ്യ है. ബാബ പറയുന്നത് ഭൂതവിദ്യ, അതായത് ആരുടെയെങ്കിലും സങ്കല്പങ്ങളെ റീഡ് ചെയ്യുക, ഇത് ഭൂതവിദ്യയാണെന്ന് ബാബ പറയാം. അല്ലേ, ലോകത്തിൽ അങ്ങനെ ആൾക്കാരുണ്ടല്ലോ. തുമേ യഹ വിദ്യ നഹി നോളേജ്ഫുൾ ഹെ. ബാബ എല്ലാം അറിയുന്ന ആളാണ്. ബാബ എല്ലാം അറിയുന്ന ആൾ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ബാബ നോളേജ് ഫുള്ളാണ്. ബാബ് ആത്തെ ഹേ തുമേ റുഹാനി പഠായി പഠാനെ ജിസ് പഠായി സേ ഒക്കെ പറഞ്ഞിട്ട് മഹിമയൊക്കെ പാടുന്നുണ്ട്. അബ ബच्चे जानते हैं हम आत्माओं का बाप परमपिता परमात्मा हमको राजयोग सिखला रहे. എന്നാൽ ഇപ്പം നമ്മൾ കുട്ടികൾക്കറിയാം, നമ്മൾ ആത്മാക്കൾക്ക് ബാബ അല്ലേ, അതായത് നമ്മൾ ആത്മാക്കളെ ബാബ അല്ലെങ്കിൽ പരംപിത പരമാത്മ, ഹം ജീവാത്മായെ പരംപിത പരമാത്മാ കെ സന്മുഖ ബൈഠേ ഹോ. അപ്പൊ കുട്ടികൾക്കറിയാം നമ്മൾ ജീവാത്മാക്കള് പരംപിത പരമാത്മാവിന്റെ മുന്നിലാണ് ഇരിക്കുന്നത്. ഗായ ജാത്താ ഹെ ആത്മായെ പരമാത്മാ അലഗ് രഹേ ബഹുക്കർ. മഹിമയൊക്കെ പാടുന്നുണ്ട്, ആത്മാക്കളും പരമാത്മാവും ഒരുപാട് കാലം വേറിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് മഹിമയൊക്കെ ഉണ്ടെന്ന് ബാബ പറയാം. अब मूलवदन में जब आत्माए है तो अलग होने की बात नहीं उठती. അപ്പൊ ബാബ പറയണ മൂലവദനത്തിൽ, ആത്മാക്കളുടെ വീട് അവിടെയാണല്ലോ, അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും എന്തില്ല, വേറിട്ടിരിക്കുന്ന കാര്യമില്ല. കാരണം ആത്മാവും പരമാത്മാവും അവിടെ ഒരു വീട്ടിലാണല്ലോ ഇരിക്കുന്നത്. യഹാം ആന, അപ്പോഴാണ് പരമാത്മാവുമായിട്ട് വേറിട്ടിരിക്കുന്നത് എന്ന് ബാബ പറയുകയാണ്. എന്നിട്ട് ബാബ പറയാ, പരംപിത പരമാത്മാ സെ അലഗ് ഹോക്കർ യഹാം ബാറ്റ ബജാനെ ആത്തെ ഹെ. പരംപിത പരമാത്മാവിൽ നിന്ന് വേറിട്ട് ഇവിടെ പാട്ട് അഭിനയിക്കാൻ വരികയാണ്.
ആകെ തോ ബിഗർ അർത്ഥ ഐസെ ഹി ഗാത്തെ थे. ആദ്യമൊക്കെ പാട്ട് പാടുമായിരുന്നു ഭക്തിയിലെ. പാട്ട് ബജാനെ ആത്തെ ഹെ. അതായത് ബാബ പറയാണ്, കുട്ടികൾക്കറിയാം പരംപിത പരമാത്മാവിൽ നിന്ന് നമ്മൾ ഒരുപാട് കാലം വേറിട്ടിരുന്നു. എപ്പോഴാ? നമ്മളിവിടെ പാട്ട് അഭിനയിക്കാൻ വന്നപ്പോൾ നമ്മൾ തന്നെയാണെന്ന് ബാബ പറയാണ്. തുമാരെ ഗാത്തർ ബാപ്കോ ആനാ പടത്താ ഹെ. നമ്മൾ കാരണം തീർച്ചയായിട്ടും ബാബയ്ക്ക് ഇവിടെ വരേണ്ടതായിട്ടുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ബാബ പറയാ, കൽബ് പെഹ്ലെ ബീൻ ബച്ചോം കോ ഹി ബടായാ ഥാ. ധർമ്മം ഉണ്ടായിരുന്നു, ദേവതാ ധർമ്മം എന്നൊക്കെ പറയുമല്ലോ, ഉണ്ടായിരുന്നു. ഹരേക്കോ അപ്ന റിലീജിയൻ ഹോത്താ ഹെ. ഓരോരുത്തർക്കും എന്തുണ്ടാകും? ഒരു ധർമ്മം ഉണ്ടാവുമല്ലോ എന്ന് ബാബ പറയാണ്. റിലീജിയൻ ഈസ് മൈറ്റ് കഹാ ജാത്ത ഹെ. ധർമ്മം എന്ന് പറയുന്നത് ശക്തിയാണെന്ന് പറയും. ധർമ്മമേ താക്കത്ത് രഹത്തെ. ധർമ്മത്തില് ശക്തി ഉണ്ടാകും എന്ന് ബാബ പറയാണ്. തും ബच्चे जानते हो यह ലക്ഷ്മി നാരായൺ കിത്നി താക്കത്ത് വാലെ थे ബൻ ഗയേ ഹെ. ബാബ പറയാ, ധർമ്മത്തെ അറിയാത്തത് കൊണ്ട് എന്തായി? അധാർമികമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലെ? ധർമ്മമില്ലാത്തവരായിട്ട് മാറി അധാർമികനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. റിലീജിയൻ മേ ആനെ സെ തുമാരെ മേ കിത്നി താക്കത്ത് രഹത്തെ. നമ്മളൊരു ധർമ്മത്തിലേക്ക് വരുമ്പോൾ ആ ധർമ്മത്തിൽ ഒത്തിരി ആൾക്കാരുണ്ടാകും. അപ്പൊ അതൊരു ശക്തിയാണ്, ഉണ്ടാക്കുകയാണ്. ഭാരത് കോ സോനേക്ക പഹാഡ് ബനാദേത്തെ ഹെ. ബാബ പറയാ, ഭാരതത്തെ നമ്മളെ സ്വർണപർവ്വതമാക്കി മാറ്റുകയാണ് എന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാ, വഹാം തോ ഖാനിയാമേ ഠേർ സോന വരാ രഹത്താ ഹെ. സത്യയുഗത്തിലെ ഖനിയിലൊക്കെ നിറയെ സ്വർണ്ണം പിന്നീട് തുറക്കുമെന്ന് ബാബ പറയാം. ഖനികളെല്ലാം ഓപ്പൺ ആകും സത്യയുഗത്തില്. സോനേക്കോ ഗലാക്കർ ഉൻകി ഈന്തേ ബനായി ജാത്തെ. ഈ സ്വർണത്തിന്റെ പർവ്വതം ഉണ്ടല്ലോ, അതിനെന്ത് ചെയ്യും? സ്വർണ്ണമലകൾ ഇങ്ങനെ നിറയും ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ബാബ പറയുന്ന ജ്ഞാനത്തിന്റെ അല്ലേ, ലോകത്തിൽ നമ്മൾ ഇതുവരെ കേട്ട കാര്യങ്ങളുടെ സാരം മുഴുവൻ ബാബ നമ്മളെ കേൾപ്പിക്കുകയാണ്. ദിക്കാത്തെ ഹെ ധ്യാൻ മേ ദീക്ക ഹം ജോലി വർക്കർ ലേ ജാത്തെ ഹെ ധ്യാൻ സെ നീച്ചെ തരാ തോ കുച്ച് നഹി രഹ. അതായത് ഇങ്ങനെ പറയും, സ്വപ്നം കണ്ടു, ഒരാള് സ്വപ്നം കാണുകയാണ്. ഭക്തി ബഹുത് കർത്തെ ഹെ വഹ ഭക്തമാല ഹി അലഗ് ഹെ യഹ് ജ്ഞാൻമാല അലഗ് ഹെ. അപ്പൊ ബാബ പറയാണ്, തീവ്രമായി ഭക്തിയൊക്കെ ചെയ്യുന്നവരുണ്ട്. തീവ്രമായി ഭക്തി ചെയ്യുന്ന ഈ തീവ്രമായി ഭക്തിയൊക്കെ ചെയ്യുന്നവർ. പിന്നെയാണെങ്കിലോ നമ്മൾ പോകാൻ പോകുന്ന ആ സത്യയുഗി രാജധാനി, അതിനെയും നമ്മൾ ഓർമ്മിക്കണമെന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാ, जैसे कॉलेज में पढ़ते हैं तो बुद्धियोग टीचर के साथ रहता है. കോളേജിൽ പഠിക്കുമ്പോൾ ബുദ്ധിയോഗം ടീച്ചറിൻ്റെ ഒപ്പം ആയിരിക്കുമല്ലോ എന്ന് പർവ്വതിയാക്കി മാറ്റാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യേ വണ്ടർ ഹെ. അവർ ഇതൊരു അത്ഭുതമല്ലേ എന്ന് ബാബ ചോദിക്കാം. ഇതൊരു അത്ഭുതമല്ലേ എന്നാ ബാബ ചോദിക്കുന്നേ. തുമാരി യഹ റുഹാനി പഠായി. നമ്മുടേത് പഠിപ്പ് ആത്മീയ പഠിപ്പാണ്. തുമാരാ ബുദ്ധിയോഗ ശുബാബാക്കെ സാത്ത് ഹെ ഉൻകോ ഹി നോളജ്ഫുൾ. മനസ്സിൽ എന്തൊക്കെയാ ചിന്തിക്കുന്നത്, ഇതൊക്കെ അറിയുക, അതല്ല അതിൻ്റെ അർത്ഥം എന്ന് ബാബ പറയാം. വഹ തോ ജോ തോട്ട് റീഡർ ഹോത്തെ ഹെ വോ സബ് സുനാത്തെ ഹെ. ഈ തോട്ട് ദേവതയാവാനാ, അല്ലാതെ ഭൂതവിദ്യയൊന്നും അല്ല പഠിപ്പിക്കുന്നത് എന്ന് ബാബ പറയാണ്. ഗായൻ ബി ഹെ मनुष्य से देवता. अभी तुम बच्चे समझते हो हम अभी ब्राह्मण बने हैं. फिर സ്വയം ഭഗവാൻ നമ്മളെ മുന്നിലിരുന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭഗവാൻ വാച്ച് ഭഗവാൻ ഹേ ജ്ഞാൻ കാ സാഗർ സുഖ് കാ സാഗർ ശാന്തി കാ സാഗർ. അതായത് ഭഗവാന്റെ മഹാവാക്യങ്ങളാണ്. ഭഗവാൻ തന്നെയാണ് ജ്ഞാനസാഗരൻ, ഭഗവാൻ തന്നെയാണ് സുഖസാഗരൻ അല്ലേ? അതേപോലെ ഭഗവാൻ തന്നെയാണ് ശാന്തിയുടെ സാഗരൻ. എല്ലാം ഭഗവാനാണ്. തും ബച്ചോം കോ വർഷ ദേത്തെ. നമ്മൾ കുട്ടികൾക്ക് ബാബ സമ്പത്ത് തരികയാണ് എന്ന് ബാബ പറയാണ്. നമ്മൾക്ക് സമ്പത്ത് തരികയാണ് അല്ലേ?
എന്നിട്ട് ബാബ പറയാ യഹ് പഠായി ഹെ തുമാരി 21 ജന്മോം കെ ലിയെ. ഈ പഠിപ്പ് എന്ന് പറഞ്ഞാല് 21 ജന്മത്തേക്കുള്ളതാണ്. तो कितना अच्छी രീതി പഠനാ ചാഹി. അപ്പൊ ബാബ പറയാ എത്ര നല്ല ബ്രഹ്മ ദ്വാര ആദി സനാതൻ ദേവി ദേവതാ ധർമ്മ की स्थापना कर रहा हूं. അപ്പൊ ബാബ പറയാണ് ഞാൻ ബ്രഹ്മാവിലൂടെ ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ ബാബ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജബ് യഹ് ധർമ്മ ഥാ തോ ഓർ കോയി ധർമ്മ नहीं थे. എപ്പോഴാണോ ദേവി ദേവതാ ധർമ്മം, അപ്പൊ ബാബ പറയാണ് ഇപ്പോ എല്ലാ ധർമ്മങ്ങളും ഇവിടെയുണ്ട്. ഇപ്പൊ എല്ലാ ധർമ്മങ്ങളും ഉണ്ട്. അതുകൊണ്ട് ത്രിമൂർത്തിയുടെ മേലെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ബാബ പറയാം. ത്രിമൂർത്തിയുടെ മേലെ നമ്മൾ മനസ്സിലാക്കുന്നു. ബ്രഹ്മദ്വാര സ്ഥാപന ഏകധർമ്മക്ക്. ബ്രഹ്മാവിലൂടെ സ്ഥാപന ഒരു ധർമ്മത്തിന്റെ സ്ഥാപനയാണ്. യാതൊരു ഗുണങ്ങളുമില്ല ഭഗവാനെ, ഞങ്ങളോട് അങ്ങ് ദയ കാണിക്കണേ എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് പാട്ട് പാടുകയാണ്. हमारे में कोई गुण नहीं कहते तो बुद्धि गॉडफादर की तरफ ही जाती है, उनको ही मर्सिफुल कहा जाता है. അപ്പൊ ബാബ പറയാണ് എന്നിലെ യാതൊരു ഗുണവുമില്ല എന്ന് പറഞ്ഞിട്ട് ബുദ്ധി പോകുന്നത് എവിടേക്കാ? ഗോഡ്ഫാദറിന്റെ ഭാഗത്തേക്കാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. കിത്തനാരഹം കർത്തേ ഹെ, എത്ര ദയയാണ് ഭഗവാൻ കാണിക്കുന്നത്. തും സമസ്തേ ഹോ ബാബാ കെ പാസ് ഹം ആയേ ഹേ तो बाप से पूरा സുഖ लेना है. അപ്പൊ ബാബ പറയാണ് കുട്ടികളെ, നിങ്ങള് ബാബയുടെ അടുത്ത് വന്നിരിക്കുന്നത് എന്തിനാണ്? സുഖം എടുക്കാനാണ്. അപ്പൊ ബാബ പറയാ പൂർണ്ണമായ സുഖം നിങ്ങൾ ബാബയിൽ നിന്ന് എടുക്കണം. വഹേ ഹേ സുഖദാം യഹേ ദുഃഖദാം ശാന്തിദാം സുഖദാം കോ യാദ് കരോ തോ അന്തിമതി സുഖദി ഹോ ജായേംഗെ. ശാന്തിദാമിനെയും സുഖദാമിനെയും നിങ്ങളൊന്നും ഓർമ്മിക്കേ. അങ്ങനെയാണെങ്കിൽ അന്തിമതി സുഗതിയാകും. അന്തിമഗതി വളരെ നല്ലതായിരിക്കുമെന്ന് ബാബ പറയാം. ഏക ബാപ് കെ ദുനിയാ മേ തോ അല്പകാൽ ക്ഷണഭംഗുർ സുഖ ഹെ. ബാബ പറയാണ് ഈ പഴയ ലോകത്തിലെ കലിയുഗത്തില് അല്പകാൽ. എന്നിട്ട് ബാബ പറയാം यानी यह ज्ञान रत्नों की कमाई ही साथ चलती है जो फिर तुम 21 ജനം പ്രാലബ്ധ ഭോഗേങ്കെ. ശരിയാണ്, ഈ ജ്ഞാനമേ നമ്മുടെ കൂടെ വരുള്ളൂ. പക്ഷെ ഇതിന്റെ ഫലം 21 ജന്മത്തേക്ക് നമ്മൾ അനുഭവിക്കും. ഹാ വിനാശി ധൻ ബി സാത്ത് ഉൻകാ ജാത്താ ഹേ ജോ ഭാഗ്യം നമ്മുടെ കൂടെ വരും. ഇവിടെ നമ്മൾ എത്ര ബാബയ്ക്ക് ധനം കൊണ്ട് സേവനം ചെയ്യുന്നുവോ ആ ധനത്തിന്റെ ശേഖരണം സത്യയുഗത്തില് സ്ഥൂലമായ ധനത്തിൽ നമുക്ക് കിട്ടും. ഇവിടെ എത്ര ബാബയ്ക്ക് ധനം കൊണ്ട് സേവനം ചെയ്യുന്നുവോ. എന്നിട്ട് ബാബ പറയാണ് ബാബ ഹമാരി ബി കൗഡിയാം ലേ വ മഹൽ ദേ ദേന. എല്ലാവരും പറയുമല്ലോ ബാബ ഞങ്ങളുടെ കക്ക എടുത്തിട്ട് സത്യയുഗത്തില് ഞങ്ങൾക്ക് കൊട്ടാരങ്ങൾ തരണം. അപ്പൊ ഈ കലിയുഗത്തിലെ വിനാശി ധനം എന്ന് പറയുന്നത് എന്ന് ബാബ ചോദിക്കാം. അതുകൊണ്ട് ബാബ പറയാ ജैसे अमेरिकन लोग होते हैं बहुत पैसे खर्चे कर पुरानी चीजें खरीद करते हैं. ഈ അമേരിക്കക്കാരുണ്ടല്ലോ പുരാനി ചീസ് കാ മനുഷ്യ ബഹുത്ത് ധാം ലേ ലേത്തെ. പഴയ സാധനത്തിനെ ഒരുപാട് പൈസകൾ വാങ്ങിക്കുന്നുണ്ട് എന്ന് പറയാം അല്ലേ. പഴയ കാലത്ത് ഉപയോഗിച്ച കിണ്ടിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പാത്രങ്ങളും ഉപകരണങ്ങളും ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ ആൾക്കാരിങ്ങനെ വാങ്ങിക്കും. ഒരുപാട് പൈസയൊക്കെ വാങ്ങിക്കും. ചെറിയ വിലയുള്ള സാധനം ആയിരങ്ങൾ വിലയൊക്കെ പറഞ്ഞ് കൊടുക്കുമെന്ന് ബാബ പറയാൻ. ബാബ കിറ്റിന് അച്ഛ ഗ്രാഹക്. ബാബയും ഒക്കെ എത്ര നല്ല ഗ്രാഹക അല്ലെ, ഗ്രാഹകനാണെന്ന് പറയാം. എന്താ കാര്യം? ബാബയും അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും ആണ്, അത് മനുഷ്യർക്കൊന്നും അറിയില്ല. ഉൻകേലിയെ കേത്തെ ബർദോ ജോലി. ശങ്കരന്റെ മുന്നിൽ പോയിട്ടാണ് പറയുന്നത് എന്റെ സഞ്ചിയൊക്കെ ഒന്ന് നിറച്ചു തരൂന്ന്. അബീത്തും ബച്ച സംസ്ഥഹു ഹംകു ജ്ഞാൻ രത്നത്തെ ഭാങ് പീച്ചിത്തെ. ഈ ഭക്തിയിലെ ശങ്കരനെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നതെന്ന് ബാബ പറയാം. ശങ്കരനെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത്? ലഹരിയൊക്കെ കീർന്ന കായകൾ കഴിച്ചു. ലഹരിക്കായ എന്ന് പറയും. ലഹരിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു.
കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിന് വന്ന ഒരു ബ്രദർ പറയുന്നുണ്ടായിരുന്നു, മനുഷ്യര് പറയുന്നേ ക്യാ ബാത്തേ ബഡ് ബനായേ, എന്തൊക്കെയാണ് മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ശിവം അല്ലെ മദ്യപിച്ചു, അതേപോലെ ലഹരിക്കായ കഴിച്ചു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. തും ബച്ചേ അഭി സദ്ഗതിക്കലിയെ ബടായി പഠരഹേ ഹോ. അപ്പൊ പറയാ മക്കളെ, ഇപ്പൊ നിങ്ങള് സദ്ഗതിക്ക് വേണ്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിതുവരെ കേട്ട പോലെ ശിവൻ ഒരിക്കലും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ആളല്ല. ശിവൻ ഒരിക്കലും അത് ലഹരി ഉപയോഗിച്ചിട്ട് ആനന്ദം നിർത്താടെന്നും പറയും. അതൊന്നും തന്നെ അപ്പൊ ഒത്തിരി ഷോയോടെയൊക്കെ നിങ്ങൾ ചെയ്യുമല്ലോ. അപ്പൊ ഇത് കാണുമ്പോൾ മറ്റുള്ളവർ വന്ന് ചോദിക്കും. എന്താ ചോദിക്കുന്നേ? നിങ്ങൾ എന്താ ശിവജയന്തി ഇത്രയും ആഘോഷമായിട്ട്, ശിവരാത്രി നിങ്ങൾ എന്താ ഇത്ര ആഘോഷമായിട്ടൊക്കെ ജ്ഞാനേശ്വരി थी जो फिर രാജരാജേശ്വരി बनते. അതായത് മമ്മ ആരായിരുന്നു? ലക്ഷ്മിയുടെ മുമ്പ് ആരായിരുന്നു? ജഗദംബ ജ്ഞാനേശ്വരി ആയിരുന്നു എന്ന് ബാബ പറയാം. ആ ജ്ഞാനേശ്വരിയാണ് പിന്നീട് രാജരാജേശ്വരി ആയിട്ട് മാറിയത്. ജ്ഞാനേശ്വരി എവിടെയാണ്? സംഗമം. അതായത് ബാബ പറയാണ്, ബ്രഹ്മാവിന് 100 കൈകൾ കാണിക്കുന്നു. 100 കൈകളുണ്ട്, 200 കൈകളുണ്ട്, 1000 കൈകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ബ്രഹ്മാവിന് അത്രയും കൈകളുണ്ട് എന്നുള്ള ഒരു സഹയോഗം കൊടുക്കുന്നവരെയാണ് കൈകൾ എന്ന് പറയുന്നത് എന്ന് ബാബ പറയാണ്. അപ്പൊ ഭഗവാന്റെ യജ്ഞത്തിലെ കൈകൾ ആരാണ്? നമ്മൾ കുട്ടികളാണ്. അതാ ബാബ പറയുന്നത്, ബഹുത് ആശായെ ലേ ജാത്തി ഹേ ബച്ച ചാഹേ ചാഹേ വോ ചാഹേ. അതായത് ബാബ പറയാണ്, ഒരുപാട് ആഗ്രഹങ്ങളോടെയാണ് പോകുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളോട് പോകും. ആഗ്രഹങ്ങൾ ജഗദംബാസെ ക്യാ മാംഗന ചാഹേ ഏതോ പടായി. ജഗദംബയിൽ നിന്ന് എന്താണ് യാചിക്കുക എന്ന് ബാബ ചോദിക്കുക. എന്നിട്ട് ബാബ പറയുന്നു, നിങ്ങൾ ഞാനുമായിട്ട് യോഗം വെച്ചോളൂ, ബാബയെ ഓർമ്മിച്ചോളൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വികർമ്മം ഒന്നും വിനാശാവില്ല എന്ന് ബാബ പറയാണ്. വികർമ്മം വിനാശാവണമെങ്കിൽ ബാബയെ ഓർമ്മിക്കും, അല്ലാതെ വികർമ്മം ഒന്നും വിനാശാവില്ല. അതുകൊണ്ട് ബാബ ഫോട്ടോ എടുക്കാൻ പോലും അഭി തുമാര വഹ ഹത്യാല ക്യാൻസൽ. അതായത് ബാബ പറയാണ്, ബാബ സ്വയം ദല്ലാളായിട്ട് മാറുകയാണ്. സ്വയം ദല്ലാളായിട്ട് മാറി പറയാണ്, നിങ്ങളുടെ ആയുധങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തോളൂ. അല്ലേ? നമ്മുടെ ആയുധങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തോളാൻ. കാം ചിത്താസെ അപ്പനേക്കോ ആത്മാ സമഞ്ചു മുझे बाप को याद करो तो विकर्म विनाश होंगे. അപ്പൊ ബാബ പറയാണ്, കാമചിതയിൽ നിന്ന് എഴുന്നേറ്റിട്ട് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് വികർമ്മം? തും ബच्चे जानते हो बाप ही पतित पावन है. ബാബ പറയാ, കുട്ടികളെ നിങ്ങൾക്കറിയാമോ, ബാബ തന്നെയാണ് പതീത പാവനൻ. വഹി ആക്കർ കാം ചിത്താസെ ഉത്താർ ജ്ഞാൻ ചിത്താ പർ ബിട്ടാത്തെ. അപ്പൊ ബാബ പറയാണ്, ബാബ വന്ന് നമ്മളെ എന്ത് ചെയ്യാണ്? കാമചിതയിൽ നിന്നെടുത്ത് ജ്ഞാനചിതയിൽ ഇരുത്താണ്. ജ്ഞാനചിതയിൽ ഭഗവാൻ ഇരുത്താണ്. വഹ രുഹാനി ബാബ. ആ ബാബ ആരാ? ആത്മീയച്ഛനാണ്. ആത്മീയച്ഛൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ബ്രഹ്മാവിന്റെ ശരീരത്തിലിരുന്നിട്ട് പറയാണ്, കുട്ടികളെ നിങ്ങൾ ആത്മാക്കളാണ്. നമ്മളോട് പറയാ, നമ്മൾ ആത്മാക്കളാണ്. എന്നിട്ട് ബാബ പറയാ, നിങ്ങളും എന്ത് ചെയ്യണം? ഇത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ബാബ പറയാ. ബാബ് കഹത്തെ ഹെ മന്മനാഭവ. മഹാഭാരത യുദ്ധമാണ് ഇപ്പൊ നടക്കുന്നത്. എന്താണ്? മഹാഭാരത യുദ്ധമാണെന്ന് ബാബ പറയാ. കഹേങ്കെ लड़ाई तो विलायत में भी होती है, फिर इसको महाभारत लड़ाई क्यों कहते हैं? അതായത് അല്ലെ, ഭാരതത്തിലെ യജ്ഞങ്ങൾ രചിച്ചിരിക്കുന്നു, ഇതിലൂടെ തന്നെയാണ് വിനാശജ്വാല വരുന്നത്. ഭഗവാന്റെ ഈശ്വരീയ ജ്ഞാനത്തിലൂടെയാണ് എന്ത് വരുന്നത്? വിനാശത്തിന്റെ ജ്വാല വരുന്നത് എന്ന് ബാബ പറയാ. തുമാരെ ലിയെ നയി ദുനിയ ചാഹിയെ तो मीठे बच्चे पुरानी दुनिया का जरूर विनाश होना चाहिए. അപ്പൊ ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടി പുതിയത് വേണമല്ലോ, എന്തായാലും പുതിയത് വേണം. ഇപ്പോ മനുഷ്യര് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? എവിടേക്ക് വേണ്ടിയിട്ട്? പുതിയ ലോകത്തേക്ക്. നമ്മൾക്ക് ബാബയുടെ ജ്ഞാനം എല്ലാവർക്കും കൊടുക്കണ്ടേ? പുതിയ ലോകത്തേക്ക് പോകാനുള്ള ജ്ഞാനമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ബാബ പറയാ,
അതുകൊണ്ട് ബാബ തുമാരെ രാജ്യമേ ഓർ കോയി ബി ഓന നീച്ചായി. ബാബ പറയാ നിങ്ങളുടെ ലോകത്തിൽ വേറെ ആരും ഉണ്ടാവരുത്. സത്യത്തിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഉണ്ടാവരുത്. അതായത് ബാബ പറയാ ആസുരീയ ലോകം ഇവിടെ വിനാശമാണ്. അപ്പൊ നമ്മൾ ബുദ്ധിയിൽ ഓർമ്മിക്കണം. എന്താ ഓർമ്മിക്കണ്ടേ? ഇന്നലെ എൻ്റെ രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു. അതായത് സത്യയുഗം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണമെന്ന് ബാബ പറയാം. അബി തും രാജായി ലേത്തെ ഹോ തും ദേവത ബാക്കി സാരെ ഡബിൾ വേൾഡ് കാ വിനാശ ഹോത്താ ഹൈ. ഇവിടെ സത്യയുഗി രാജധാനിയുടെ സ്ഥാപനം നടക്കും, ദേവതാ കുലം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഈ ആസുരീയ ലോകത്തിന് വിനാശവും ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയും ബ്രഹ്മാസോ വിഷ്ണു, വിഷ്ണുസു ബ്രഹ്മ. ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണുവാകുന്നത്, വിഷ്ണു തന്നെയാണ് ബ്രഹ്മാവാകുന്നത്. ഇത് രണ്ടും ഒന്നാണ് എന്ന് പറയാൻ. അതിലിരുന്നോളൂ, അതൊന്നും കുഴപ്പമില്ല, കുടുംബത്തിലിരുന്നോളൂ എന്ന് ബാബ പറയാണ്. പക്ഷെ ലക്ഷ്യം മുന്നിലുണ്ടായിരിക്കണം. ഏത് കുടുംബത്തിൽ പോയാലും ലക്ഷ്യം മുന്നിലുണ്ടായിരിക്കണം എന്ന് ബാബ പറയാൻ. ഈശ്വരീയ ജ്ഞാനം ഒരു മനുഷ്യന്റെ അടുത്തുനിന്ന് എങ്ങനെയാ കിട്ടുക എന്ന് ബാബ ചോദിക്കും. ഒരു മനുഷ്യന്റെ അടുത്തുനിന്ന് ഈ ജ്ഞാനം ഒരിക്കലും നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാ ബാബ പറയുന്നേ എയിം ഒബ്ജക്റ്റ് സാമനെ ഖടി. ലക്ഷ്യമൊക്കെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാൻ. ജാൻതേ ഹോ ഹം പഠിക്കാനല്ല, സത്യത്തിലാണോന്ന് ചോദിച്ചല്ല, ഇത് രണ്ടിലുമല്ല, അത് രണ്ടിന്നും പുറത്താ. അതായത് ശരിക്കും നമ്മൾ എവിടെയാ? സംഗമയുഗത്തിലാണ് എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാം ബാത് കഹത്തെ ഹെ ഓർ സബ് തരഫ് സെ ബുദ്ധി തോടോ, ബുദ്ധി ഹി ബിഗഡത്തെ. മറ്റെല്ലാ ഭാഗത്തു നിന്നും ബുദ്ധിയെ നിങ്ങൾ മാറ്റും. ബുദ്ധിയാണ് കുറച്ച് പ്രശ്നം ഉണ്ടാക്കണത് എന്ന് പറയാം. ബുദ്ധിയാണല്ലോ എല്ലാ ബുദ്ധിച്ചര് പറയുന്നുണ്ട് ഞങ്ങളെ ഈ തോണിയിൽ നിന്ന് അക്കരെ കടത്തണേ. അപ്പൊ ബാബ പറയാണ് അതൊരു കഥയായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് എന്ന് ബാബ പറയാൻ. എന്നിട്ട് ബാബ പറയാം ചിലവരെന്ത് ചെയ്യും? അക്കരെ കടക്കും, ചിലര് നിന്നു പോകും. തോണിയിൽ കയറാനുള്ള മടി കൊണ്ട് ഇനി എത്ര ദൂരം യാത്ര ചെയ്യണം. ഈ ബ്രഹ്മാമുഖത്തിലൂടെയാണ് ഞാൻ ഈ ജ്ഞാനം കേൾപ്പിക്കുന്നത്. ഈ ബ്രഹ്മാവ് എവിടെ നിന്ന് വന്നു? ബ്രഹ്മാവാണ് ബ്രഹ്മാവിലൂടെയാണ് ഭഗവാൻ കേൾപ്പിക്കുന്നത്. ബ്രഹ്മാവ് എവിടെ നിന്നാ വന്നത് എന്ന് ബാബ ചോദിക്കാൻ വെച്ചതാരാണ്? സ്വയം ഭഗവാനാണ്. തുമ്പി ബ്രഹ്മാമുഖ വംശാവലി ബ്രാഹ്മൺ ഹോ. നമ്മളെല്ലാവരും ബ്രഹ്മാമുഖ വംശാവലി ബ്രാഹ്മണരാണ്. ജോ കലിയുഗ് അന്ത്മേ ഹൈ ഫിർ വഹി സത്യയുഗ് ആദ്യമേ ജായെങ്കെ. ബാബ പറയാണ് തീർച്ചയായിട്ടും ഇപ്പൊ കലിയുഗത്തിന്റെ അന്തിമ സമയമാണ് അല്ലേ? കലിയുഗത്തിന്റെ അന്തിമ സമയമാണ്. അവര് സത്യയുഗത്തിന്റെ ആദിയിലേക്ക് വരും. സംഗമയത്തിൽ വരുന്നവര് സത്യയുഗത്തിന്റെ ആദിയിലേക്ക് 84 ജന്മത്തിലെത്തെ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ബാബ പറയാൻ. ഇൻ ലക്ഷ്മി നാരായൺ കിത്തോ ഗ്യാരണ്ടി ഹേന. ലക്ഷ്മി നാരായണന് ഗ്യാരണ്ടി ഉണ്ടല്ലോ എന്ന് ബാബ ചോദിക്കുകയാണ്. എന്നിട്ട് ബാബ പറയാം പിന്നെ വീണ്ടും വെളുത്തതായതാ. ഗാവടേക്ക് ചോരേസെ ബദൽ സുന്ദർ ബൻ ജാത്തെ ഹേ. ബാബ പറയാ ഗ്രാമത്തിലെ ബാലകൻ സുന്ദരനായി മാറി എന്നൊക്കെ പറയും. ചോരെ ചോരിയാം ഹേ. ബാബ പറയാണ് ഈ സമയം എല്ലാവരും എന്താണ് കറുത്തു പൊരിക്കണമെന്ന് ബാബ പറയാം. ഈ ബേഹത്ത് ബാത്ത്. എല്ലാവരും കറുത്തിരിക്കുകയാണല്ലോ, എല്ലാവരും ദുഃഖിതരാണ്. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. ഉൻകു കോയി ജാനത്തെ. എന്നാൽ ഭഗവാനെ ആരും തിരിച്ചറിയുന്നില്ല. കിത്നി അച്ഛി അച്ഛി സമഞ്ജാനി ദീ ജാത്തി ഹേ ഹരേക്ക് കേലിയെ സർജൻ ഏക്ക് ഹി ഹേ. യോഗത്തെ അഗ്നി എന്നാ പറയുന്നത്. ക്യോങ്കി യോഗ സേ ഹി ആത്മാക്കി അലായി നിക്കാൽത്തെ. കാരണം ബാബ പറയാണ് യോഗത്തിലൂടെ തന്നെയാണ് നമ്മുടെ ആത്മാവിന്റെ കറകളൊക്കെ ഇല്ലാതാകുന്നത്. യോഗ അഗ്നി സേ തമോ പ്രധാൻ ആത്മ സദോ പ്രധാൻ ബനത്തെ. യോഗ കറ പോണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് ബാബയെ ഓർമ്മിക്കണം എന്ന് പറയാം. എന്നിട്ട് ബാബ പറയാ യോഗാഗ്നി സേ തമോ പ്രധാൻ ആത്മ സദോ പ്രധാൻ ബനത്തെ.
അതായത് യോഗാഗ്നിയിലൂടെ ഓരോ ആത്മാവും എന്താകും? തമോ പ്രധാനത്തിൽ നിന്ന് സതോ പ്രധാനമായിട്ട് മാറും എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാം, തുമക്കോ കിത്ന സംജാത്ത രഹത്താ ഹൂം. ബാബ പറയാം, ഞാൻ നിങ്ങൾക്ക് എത്രയാണ് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കണേ. ധാരണാഭിയോന് ധാരണയും ചെയ്യണല്ലോ നമ്മൾ എന്ന് ബാബ ചോദിക്കാം. അച്ഛാ ക്ഷീണമരുത് എന്ന് ബാബ പറയാം. ധാരണയും ഉണ്ടല്ലോ എന്ന് ബാബ പറയാം. അല്ലെ, ധാരണയും ഉണ്ടല്ലോ ഇതില്. അതാണ് മന്മനാഭവ. ബാബയെ ഓർമ്മിക്കാനും കൂടെ ചിലർ മറന്നു പോകും. ബാബയെ ഓർമ്മിക്കാനും ചിലർ മറന്നു. ഓർ സബ്സെ ബുദ്ധിയോഗ് തോട് മുझे अपने बाप को याद करो. അപ്പൊ ബാബ പറയാണ്, നമ്മൾ കുട്ടികള് എന്ത് ചെയ്യണം? നമ്മുടെ ബുദ്ധിയോഗം ഇല്ലാതാക്കി ബാബയെ മാത്രം ഓർമ്മിക്കും. ബുദ്ധിയോഗം മറ്റെല്ലാത്തിൽ നിന്നും, വ്യക്തികള്, വസ്തുക്കള്, വിഭവങ്ങള് പറയുമല്ലോ, അതിൽ നിന്നെല്ലാം അല്ലെ വേറിട്ട് വെച്ചിട്ട് ബാബയെ നമ്മൾ ഓർമ്മിക്കണമെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാം, ബാപ്പ് സബീക ഏക് ഹി ഹൈ. ഇത് ശിവഭഗവാനെ ഭഗവാനെ ഓർമ്മിക്കുന്നതാണ് സർവർക്കും ശക്തി ഉണ്ടാക്കി തരുന്നത്. സർവരെയും ശക്തിശാലിയാക്കി മാറ്റുന്നത് ഭഗവാന്റെ ഓർമ്മയാണ്. രാവൺ തോ സബ്കോ ദുർഗതി മേ ലേ ജാത്തെ ഹേ, രാം സബ്കോ സദ്ഗതി മേ ലേ ജാത്തെ ഹേ. ബാബ പറയാണ്, രാവണൻ എല്ലാവരെയും ദുർഗതിയിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ബാബ പറയാം, രാമൻ എല്ലാവരെയും സദ്ഗതിയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ രാവണൻ എല്ലാവരെയും ദുർഗതിയിലേക്ക് കൊണ്ടുപോകുമ്പോ രാമൻ എല്ലാവരെയും സദ്ഗതിയിലേക്ക് കൊണ്ടുപോകുമെന്ന് ബാബ പറയുന്നു. अच्छा मीठे मीठे सिक्कीलते बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. इनी बाबा धारणा പറയാ, बाप की याद से अपार सुखों का अनुभव करने के लिए बुद्धि की लाइन क्लियर चाहिए. ബാബ പറയണം, ബാബയുടെ ഓർമ്മയിലൂടെ അപാര സുഖങ്ങളുടെ അനുഭവം ചെയ്യുന്നതിന് വേണ്ടി ബുദ്ധിയുടെ ലൈന് വളരെ ക്ലിയർ ആയിരിക്കണമെന്ന് ബാബ പറയാം. ബുദ്ധിയുടെ ലൈന് വളരെ ക്ലിയർ ആയിരിക്കണം. യാദ് ജബ് അഗ്നിക രൂപലെ തബ് അഗ്നി ജോളി ബർണി ഹെ. അപ്പൊ ബാബ പറയാണ്, ഇങ്ങനെയുള്ള നിഷ്കളങ്കനായ ബാബയിൽ നിന്ന് സഞ്ചി നിറയ്ക്കണം. നമ്മുടെ സഞ്ചി ബാബയിൽ നിന്ന് നിറയ്ക്കണം. ശാന്ത് മേ രഹനെ കി പടായി പട് സദ്ഗതി കോ പ്രാപ്തി കർണ ഹെ. ശാന്തമായിട്ടിരിക്കുന്നതിനുള്ള പഠിപ്പൊക്കെ പഠിച്ച് സദ്ഗതി നേടണമെന്ന് ബാബ പറയാം. സദ്ഗതി പ്രാപ്തമാക്കണം. ഇനി ബാബ വരദാനം പറയാം, മായാക്കെ ബന്ധനോം സെ സദാ നിർബന്ധൻ രഹനെ വാലെ യോഗയുക്ത് ബന്ധനമുക്ത് ഭവ. ബാബ പറയുന്നേ, മായയുടെ ബന്ധനങ്ങളിൽ നിന്ന് സദാ നിർബന്ധനരായിരിക്കുന്ന യോഗയുക്ത कार्यों के बंधन व माया के बंधन से मुक्त होंगे. ബാബ പറയാണ്, യോഗയുക്തരായ കുട്ടികള് ഉത്തരവാദിത്വങ്ങളുടെ ബന്ധനത്തിൽ നിന്ന്, ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ട്, നമ്മളിത് ചെയ്യണം, പക്ഷെ അതൊരു ബന്ധനമായിട്ട് കാണരുത്. അതാണ് ഉത്തരവാദിത്വങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് അഥവാ മായയുടെ ബന്ധനത്തിൽ നിന്ന് അവര് മുക്തമായിരിക്കും. മൻകാവി ബന്ധനാകും, മനസ്സിന്റെ ബന്ധനം പോലും ഏലോ तो कभी छोटी छोटी बातों में थकेंगे नहीं. അപ്പൊ ബാബ പറയണേ, ലൗകികത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഒരു കളിയാണ്. ലൗകികത്തിലെ ഉത്തരവാദിത്തങ്ങൾ വളരെ രസകരമായിട്ടൊരു കളി പോലെ വേണം നമ്മൾ കണക്കാക്കാൻ. അതുകൊണ്ട് എന്താണ്, ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് കളി നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് കളിക്കും. അപ്പോൾ ഒരിക്കലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ക്ഷീണിക്കില്ല എന്ന് ബാബ പറയാൻ. അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, ഉത്തരവാദിത്വം ബാബയ്ക്കാണ്, നമ്മൾ കേവലം ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. അങ്ങനെ ചിന്തിക്കണമെന്ന് ബാബ പറയാ. ഇസ് സ്മൃതി സെ ബന്ധൻ മുക്ത് ബനോ തോ യോഗയുക്ത് ബൻ ജായേംഗെ. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആൾ ആരാണ്? ശിവബാബയാണ്. നമ്മൾ കേവലം ഒരു ഇൻസ്ട്രുമെന്റ് മാത്രം, നിമിത്തം മാത്രം. അങ്ങനെ ഒരു ചിന്ത നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ചിന്തയും ഉണ്ടാവില്ല. സത്യതയും സഭ്യതയും
ഈ രണ്ട് സ്വഭാവത്തെ തൻ്റെതാക്കി മാറ്റൂ എന്ന് പറയാം. അപവിത്രത സിർഫ് കിസ്കോ ദുഃഖ ദേന യാ പാപകരം കർണ നഹി ഹെ. അതായത് അപവിത്രത എന്ന് വെച്ചാൽ എന്താണ്? അപവിത്രത എന്ന് വെച്ചാൽ വിധിപൂർവമായിട്ട് നമ്മൾ അനുഭവം ചെയ്യുന്നുണ്ടായിരിക്കുന്നു എന്ന് പറയാം. സ്വച്ഛതയും അതേപോലെ സത്യതയും വിധിപൂർവം അനുഭവം ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വേണം? പവിത്രത വേണമെന്ന് ബാബ പറയാം. പവിത്രമായിരിക്കണം. ജैसे कहावत है सत्य की नाव डूबती नहीं है लेकिन डगमगते. നമ്മൾ പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ, സത്യത്തിന്റെ തോണി മുങ്ങില്ല, എന്നാൽ ആടിയൊലയും. സത്യത്തിന്റെ തോണി ആടിയൊലയും, പക്ഷെ മുങ്ങിപ്പോവില്ല. तो विश्वास की नाव सत्यता है. അപ്പോ ബാബ പറയാ വിശ്വാസത്തിന്റെ സത്യതയും സത്യസന്ധതയും അറിയുമല്ലോ. ഇത് ആടി ഒലയും, എന്നാൽ ഒരിക്കലും മുങ്ങില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സത്യതയുടെ അതിനെന്ത് വേണം? സത്യത വേണം, സ്വച്ഛത. അങ്ങനെയാണെങ്കിലേ ബാബയെ പ്രത്യക്ഷാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെയൊക്കെ പവിത്രമാക്കി മാറ്റി ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തണം. ശിവബാബയെ പ്രത്യക്ഷപ്പെടുത്തുന്നവരായിട്ട് നമ്മൾ മാറണം. അതാണ് ബാബ പറയണത്. അങ്ങനെ നമുക്കൊരു മിനിറ്റ് ദിയാം ബാബയെ ഓർമ്മിക്കാം. അച്ഛ ഓം ശാന്തി. पड़े न फिर पछताना, करो ऐसे भाई तुम पड़े न फिर पछताना, पड़े न फिर पछताना। एक दिन तो धर्मराज को पड़ेगा मुख दिखलाना, पड़ेगा मुख दिखलाना। एक दिन तो धर्मराज को पड़ेगा मुख दिखलाना, पड़ेगा मुख दिखलाना। कर्म करो ऐसे भाई तुम पड़े न फिर पछताना, झुकाना पड़े जो आंख झुकाना। आंखों से कभी बुरा न देखो, पड़े जो आंख झुकाना, पड़े जो आंख झुकाना। कर्म करो ऐसे भाई तुम पड़े न फिर पछताना, पड़े न फिर पछताना। कर्म करो मुख से औरों को दुख देने वाले बोल न बोलो, अपने मुख से ज्ञान रतन भंडारे अब तुम खोलो। कानों से कभी सुनो न ऐसा, पड़े न कटाना। कर्म करो ऐसे भाई तुम पड़े न फिर पछताना, पड़े न फिर पछताना। कर्म करो ऐसे ऐसा जीवन हो जो हंसते हंसते घर को जाओ। धर्मराज के आगे तुम निर्भय हो